നമസ്കാരം. എല്ലാവർക്കും DSP മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഗുരുസമക്ഷം ശ്രീ അമ്മിൻ്റെ ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ അദ്ദേഹം എഴുതിയത് ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഭാഗം 1. ആരംഭം. ഭാരതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ സംസ്ഥാനമായ കേരളത്തിലെ 19 വയസ്സുള്ള ഒരു യുവാവ് 40 വർഷം മുമ്പ് ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗത്ത് ഭാരത ടിബറ്റൻ അതിർത്തി പ്രദേശങ്ങളിലൊന്നായ ബദ്രിനാഥിനു സമീപത്തുള്ള വ്യാസഗുഹയിൽ അഗാധമായ ധ്യാനത്തിൽ മുഴുകിയിരുന്നത് ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. അക്കാലത്ത് ഒരു കൗമാരപ്രായക്കാരൻ വിദൂരമായ ഹിമാലയത്തിലേക്ക് ധ്യാനിക്കുന്നതിന് പോകുക എന്നത് ഒരു സാധാരണ സംഭവമായിരുന്നില്ല. പ്രസ്തുത യുവാവ് ഹിന്ദു ആയിരുന്നില്ല. അതിനാൽ ആ സംഭവം ഏവർക്കും ഏറെക്കുറെ അവിശ്വസനീയമായി അനുഭവപ്പെട്ടു. ഈ യുവാവ് എങ്ങനെ ഒരു യോഗി ആയി എന്നതും സങ്കല്പിക്കാനാവാത്ത ആത്മീയ ശക്തിയും ചിന്താശക്തിയും ആവശ്യമുള്ള നിഗൂഢവും ആകർഷകവുമായ ഒരു ലോകത്തിലേക്ക് എങ്ങനെ ആനയിക്കപ്പെട്ടു എന്നതുമാണ് എൻ്റെ ജീവിതകഥ. പ്രസ്തുത യുവാവ് ഞാനായിരുന്നു. നിങ്ങൾ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ ആദ്യം മുതൽ ആരംഭിക്കാം. നമുക്ക് കഴിവതും വേഗം ഹൈമവത ഭൂമിയിലേക്ക് ഒരുമിച്ച് പോകാം. മഞ്ഞുകൊണ്ട് മൂടിയ ഹിമാലയ സാനുക്കളിലാണ് എൻ്റെ സുഹൃത്തും ദാർശനികനും മാർഗദർശിയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആചാര്യനുമായ എൻ്റെ ഗുരു വസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ടാണ് ഞാൻ ബോധത്തിൻ്റെ അത്യുന്നത തലങ്ങളിൽ വിഹരിക്കാൻ അഭ്യസിച്ചത്. ആ പ്രദേശങ്ങളുടെ മഹിമയെ വാഴ്ത്താൻ എൻ്റെ വാക്കുകൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അതിനുവേണ്ടി വാക്കുകളെ ആശ്രയിക്കാതെ എന്തു ചെയ്യാൻ കഴിയും? നല്ല സുഹൃത്തുക്കളായി നമുക്ക് യാത്ര തുടരാം. അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ടുകൊണ്ട് മരക്കൂട്ടങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെ സഞ്ചരിക്കാം. ഇളങ്കാറ്റിലുലയുന്ന മനോഹരമായ പൂക്കൾ കാണാം. പാഞ്ഞൊഴുകുന്ന വലിയ പുഴ കാണാം. ആ പുഴയെ നിശബ്ദം നോക്കി നിൽക്കുന്ന വൻ മരങ്ങൾ കാണാം. ഈ യാത്ര ഒടുവിൽ നമ്മെ ഒരിടത്ത് കൊണ്ടെത്തിക്കും. അന്നേരം മഞ്ഞുകൊണ്ട് മൂടിയ ധവള ഹിമാലയ ദർശനം നമ്മെ അത്ഭുതസ്തംഭതരാക്കും. പ്രാചീന ഋഷികളും ഹിമാലയത്തെ പാടി പുകഴ്ത്തിയിട്ടുണ്ട്. യത് വാച ന അഭ്യുദിതം. വാക്കുകൾക്ക് പോലും അതിൻ്റെ ശക്തിയും മഹിമയും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചത്. അനന്തനിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. അനന്തം എന്ന വാക്കിന് അവസാനമില്ലാത്തത്, അപാരം എന്നൊക്കെ അർത്ഥമുണ്ട്. 100 കൊല്ലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാരാണ് തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം എന്ന് പുനർനാമകരണം ചെയ്തത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കടലോര നഗരമായ തിരുവനന്തപുരം കേരള സംസ്ഥാനത്തിൻ്റെ രാജധാനിയാണ്. 1948 കേരളം മലകളും പുഴകളും നിറഞ്ഞ ഹരിതാഭമായ വിശാലമായൊരു ഗ്രാമം പോലെയായിരുന്നു. 1948 നവംബർ മാസം 6-നാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പൂർവികർ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശക്തനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലേക്ക് കുടിയേറിപ്പാർത്ത പത്താൻ വംശജരായിരുന്നു. ചില സന്ദർഭങ്ങളിൽ നാം പറയാറുണ്ട് കുചേലൻ കുബേരനായി എന്ന്. ഈ പ്രസ്താവം എനിക്ക് ബാധകമാണ്, മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. എന്തുകൊണ്ടെന്നാൽ തികഞ്ഞ ആത്മാർത്ഥതയും അടിയുറച്ച ലക്ഷ്യബോധവും അപകടങ്ങളെ നേരിടാനുള്ള സന്നദ്ധതയും പരാജയം സ്വീകരിക്കാൻ കൂസാത്ത മനസ്സും ഉള്ള ഒരു സാധാരണ ബാലൻ്റെ വികാസം പ്രാപിച്ച ബോധം ഹിമാലയത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നതിൻ്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഈ തരുണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മഹാനായ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ആശീർവാദങ്ങളും വേണ്ടുവോളം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് അളവറ്റ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുകയും കണ്ടിട്ടില്ലാത്ത ഏറെ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിന് എന്നെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിയിട്ടില്ല. സഹായത്തിനു വേണ്ടി കൈനീട്ടാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ അലസനും മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരാളുമായി മാറുമായിരുന്നു.
അദ്ദേഹം എന്നിലുള്ള എല്ലാ കുറവുകളും ക്ഷമിച്ചു, പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഗുരുവും പ്രിയ സുഹൃത്തും ഒക്കെ. അങ്ങനെയുള്ള ആ മഹാത്മാവിനെ എനിക്ക് എപ്പോഴെങ്കിലും മറക്കാൻ കഴിയുമോ? എനിക്ക് കഷ്ടിച്ച് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നോടുള്ള ദയയാണോ, അതോ ലൗകിക ജീവിതത്തിൽ നാം കണക്കാക്കുന്ന ആയുസ്സുകൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു ബന്ധമാണോ? ഈ കഥ അവസാനിച്ചതിന് ശേഷം അതേപ്പറ്റി നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താം. ബാബാജി, അച്ഛൻ എന്നാണ് ഞാൻ എൻ്റെ ഗുരുവിനെ സംബോധന ചെയ്തിരുന്നത്. അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ലാളിത്യം പുലർത്തണം, നേരായ മാർഗത്തിൽ ചരിക്കണം, ആരും തന്നെ നിങ്ങളെ ഒരു ഭീകര ജീവിയായി കാണാൻ ഇടയാക്കരുത്, മറ്റുള്ളവരെ പോലെ തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കൂ, മഹത്വം ഒരിക്കലും പരസ്യപ്പെടുത്തരുത്, അടുത്തു കഴിയുന്നവർ സ്വയം അത് മനസ്സിലാക്കിക്കൊള്ളും, ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും അതേസമയം പരബ്രഹ്മത്തിൽ ലീനചിത്തനായി വിപുലമായ ഊർജവും മഹിമയും എങ്ങനെ കൈവരിക്കാൻ കഴിയും എന്നത് സ്വന്തം ജീവിതത്തെ മാതൃകയാക്കി സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കൂ. ചില കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. അത് എൻ്റെ 9ാമത്തെ ജന്മദിനത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് ദയാപരനായ ഗുരു വിധി നിർണായകമായ ദിവസത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഞാൻ ജനിച്ച നാൾ മുതൽ ഒരു കാൽ മടക്കി മറ്റേ കാലിൻ്റെ മുട്ടിൽ വയ്ക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ ഫോട്ടോയിൽ ജനിച്ച് 2.5 മാസം മാത്രം കഴിഞ്ഞപ്പോൾ എടുത്തത്. ഇത്തരത്തിലുള്ള അംഗവിന്യാസം കാണാവുന്നതാണ്. ഈ ശീലം തുടരുകയും പ്രായമായപ്പോൾ യോഗികൾ ഒരു കാൽ മറ്റേ കാലിൻ്റെ മുട്ടിൻ പരസ്പരം വെച്ചുകൊണ്ടിരിക്കുന്നതും കാണാനിടയായിട്ടുണ്ട്. ആ ഇരിപ്പ് എനിക്ക് ഏറ്റവും സുഖകരമായ രീതിയിലുള്ളതാണ്. ഞാൻ എവിടെ പോയാലും ഇന്നും ഊണുമേശയ്ക്കരികിൽ ഇട്ടിരിക്കുന്ന കസേരയിൽ ആതിഥേയന് എതിർപ്പില്ലെങ്കിൽ അങ്ങനെയാണ് ഇരിക്കാറ്. 5.5 വയസ്സ് മുതൽ 10 വയസ്സുവരെ ഞാൻ പതിവായി ഭയാനകമായ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഏകദേശം അർദ്ധരാത്രി സമയത്ത് ഉറക്കത്തിൽ ഞാൻ ഭീമാകാരനായ പകുതി മനുഷ്യരൂപമുള്ള കൊമ്പല്ലുകളും കൂർത്ത നഖങ്ങളുമുള്ള ഒരു രാക്ഷസനെ കാണും. കഥകളി നടൻ്റെ വേഷത്തോട് സാദൃശ്യമുണ്ടായിരുന്നു ആ സാത്താന്. ആ രൂപം എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും. ബാഹ്യലോകം ഉറക്കത്തിലാണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ നിലവിളിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് ഓടും. ഭീകര രൂപങ്ങളെ പിന്തുടരുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് അലറി വിളിക്കും. മിക്കപ്പോഴും എൻ്റെ അച്ഛനമ്മമാർ എന്നെ പിന്തുടരും. എൻ്റെ അച്ഛന് മാത്രമേ എൻ്റെ ചെവിയിൽ എൻ്റെ പേര് അത്യുച്ചത്തിൽ വിളിച്ചുകൊണ്ട് എന്നെ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്തൊക്കെയായാലും ഒരിക്കൽ പോലും പ്രേതങ്ങൾക്ക് എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പല ചികിത്സകളും നടത്തി നോക്കി, മാന്ത്രിക ചരട് കെട്ടി നോക്കി, ഒരു പ്രയോജനവും കിട്ടിയില്ല. ഞാൻ എൻ്റെ ഗുരുവിനെ ആദ്യമായി സന്ദർശിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും പേടി സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എന്തിൽ നിന്നാണ് ഓടിക്കൊണ്ടിരുന്നത് എന്നും എവിടേക്കാണ് പോകേണ്ടത് എന്നും മനസ്സിലാക്കുന്നതിന് എനിക്ക് എത്രയോ വർഷങ്ങൾ വേണ്ടി വന്നു. എൻ്റെ അമ്മയുടെ അമ്മ സൂഫി ബന്ധങ്ങൾ ഉള്ളവരായിരുന്നു. അവർ സൂഫികളുടെ കഥകൾ പറഞ്ഞ് എന്നെ മോഹിപ്പിക്കുമായിരുന്നു. അമ്മൂമ്മയ്ക്കും എനിക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട്. സൂഫി സന്യാസിയായ പീർ മുഹമ്മദ് സാഹിബിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം പണ്ടത്തെ തിരുവിതാംകൂർ രാജ്യത്തിൽ പെട്ട തക്കല എന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ബനാറസിലെ വിഖ്യാതനായ സന്യാസി കബീർദാസിനെ പോലെ അദ്ദേഹവും ഒരു നെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം സ്വന്തം കൈത്തറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്തി നിർഭരവും ആധ്യാത്മിക രഹസ്യാനുഭൂതി ഉൾക്കൊള്ളുന്നതുമായ ഗാനങ്ങൾ തമിഴിൽ പാടിക്കൊണ്ടിരിക്കും. ഈ ഗാനങ്ങൾ തമിഴിൽ പാടൽ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ചില സൂഫി വിഭാഗങ്ങൾക്കിടയിൽ പാടൽ ഇന്നും ജനപ്രീതിയോടെ നിലനിൽക്കുന്നു. പ്രായം ചെന്നപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഒരു ബാലനാണ് അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും സഹായിച്ചിരുന്നത്. ഈ സൂഫി സന്യാസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം എത്ര തവണ പറഞ്ഞു കേൾപ്പിച്ചാലും എൻ്റെ അമ്മൂമ്മയ്ക്ക് മതി വരില്ല. എത്ര തവണ കേട്ടാലും എനിക്ക് മടുപ്പ് തോന്നിയിരുന്നുമില്ല. ആ കഥ ഇപ്രകാരമാണ്. ദൈവശാസ്ത്രത്തിൽ മഹാപണ്ഡിതരായ 2 അറബികൾ ഇന്ത്യയുടെ തെക്കുഭാഗത്ത് ഒരു വിശുദ്ധൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയാനിടയായി.
രണ്ടുപേരും വിശുദ്ധ വ്യക്തിയെ കാണാനെത്തി. വിശുദ്ധൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് വിശുദ്ധനോട് അപ്രീതി തോന്നി. ശാരീരിക ശേഷിയുള്ള ഏതൊരു മുസൽമാനും തൻ്റെ മതപരമായ കടമകളുടെ ഭാഗമായി വിശുദ്ധ നഗരമായ മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകണം. പക്ഷേ തക്കലയിലെ വിശുദ്ധൻ ഹജ്ജ് കർമ്മത്തിന് പോയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു: എനിക്ക് കണ്ണ് കാണാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് ഇത്രയും ദൂരം എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും? എങ്കിലും മക്കയിലെ തീർത്ഥാടനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഇവിടം തന്നെയാണ് മക്ക. അറബികളായ സന്ദർശകർക്ക് അദ്ദേഹത്തിൻ്റെ സംസാരം മതനിന്ദയായി അനുഭവപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഒരു ഭ്രാന്തൻ്റെ പിച്ചും പേയും ആയി കരുതി. എന്നാൽ മുഹമ്മദ് സാഹിബ് തൻ്റെ അവകാശവാദത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യനോട് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പഴയ മൺകലം എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം സന്ദർശകരോട് കലത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൽ നോക്കാൻ പറഞ്ഞു. ഓരോരുത്തരായി നോക്കി. രണ്ടുപേരും മക്കയിലെ തീർത്ഥാടനം ദർശിച്ചു. അവരെ അതിശയിപ്പിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കാബയെ കണ്ണു കാണാൻ പാടില്ലാത്ത നെയ്ത്തുകാരനായ വിശുദ്ധനോടൊപ്പം പ്രദക്ഷിണം നടത്തുന്നതും കാണുകയുണ്ടായി. രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ഈ വിശ്വതൻ്റെ ശവകുടീരത്തിനടുത്ത് എൻ്റെ അച്ഛൻ പൂർവികരിൽ ഒരാളിൻ്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം വിശുദ്ധൻ്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു. എനിക്ക് 5നും 9നും ഇടയ്ക്ക് വയസ്സായിരുന്നപ്പോൾ ഹിന്ദുമതവും ക്രിസ്തു മതവുമായി സമ്പർക്കമുണ്ടായി. ആ പ്രായത്തിൽ തന്നെ ഒരു മതത്തിൽപ്പെട്ടവർ അന്യമതസ്ഥരോട് പെരുമാറുന്നത് മുൻവിധികളോടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. ഇസ്ലാം മതത്തിലെ വിശുദ്ധരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മ അത്യധികം ആനന്ദം അനുഭവിച്ചിരുന്നു. എന്നാൽ ഹിന്ദുമതത്തെയും ഹൈന്ദവ ദൈവങ്ങളെയും പരാമർശിക്കുമ്പോൾ വെറുപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അയൽപ്പക്കത്തുള്ള ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരുന്നു. ദേവന്മാർക്ക് നിവേദിച്ച ഭക്ഷണമായിരിക്കും അതെന്നും അത്തരം ഭക്ഷണം നിഷിദ്ധമാണെന്നും അമ്മൂമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണെന്നും ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം മനുഷ്യരാശിക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ സംഭാവനയാണെന്നും അവർ പലപ്പോഴും പറഞ്ഞിരുന്നു. നല്ല മുസ്ലിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ കന്യാസ്ത്രീകൾ സമൂഹത്തിലെ ഉന്നത വർഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഈ വിദ്യാലയത്തിലെ കന്യകാമറിയത്തിൻ്റെ ചാപ്പലിൻ്റെയും പൂന്തോട്ടത്തിലെ കൃത്രിമ ഗുഹയുടെയും സമീപത്തു കൂടി പോകുമ്പോൾ നെഞ്ചിൽ കുരിശു വരയ്ക്കുന്നതിന് നിർബന്ധിച്ചിരുന്നില്ലെങ്കിലും അതിന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ധാരാളം ക്രിസ്ത്യൻ പ്രാർത്ഥനകളും പഠിപ്പിച്ചിരുന്നു. ദയ ചൊരിയുന്ന താടിയുള്ള ഇടയനായ ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ പലയിടത്തും ചുമരുകളിൽ പതിപ്പിച്ചിരുന്നു. ഒരിക്കൽ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. മുസ്ലിങ്ങൾ സൂര്യനെ ആരാധിക്കുന്നവരും ഹിന്ദുക്കൾ ദുർഭൂതങ്ങളെ ഉപാസിക്കുന്നവരുമാണെന്ന്. ഞങ്ങളുടെ അയൽക്കാർ എല്ലാവരും ഹിന്ദുക്കളായിരുന്നു. അവരുടെ ഭവനങ്ങളിൽ പോയിരുന്നപ്പോൾ അവർ ആരാധിക്കുന്ന പല ദൈവങ്ങളും എന്നെ ആകർഷിക്കുകയുണ്ടായി. യഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു സ്ത്രീ എന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും സ്നേഹപൂർവ്വം മധുര പലഹാരങ്ങൾ തരികയും ചെയ്തിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ എൻ്റെ അമ്മൂമ്മ അത് കഴിക്കരുതെന്ന് വിലക്കിയിരുന്നു. എൻ്റെ അമ്മ രുചികരമായ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അയൽപക്കത്തെ ഹിന്ദുക്കളിൽ ചിലർ അത് ആസ്വദിച്ച് കഴിച്ചിരുന്നു. റംസാൻ, ബക്രീദ് എന്നിവ ആഘോഷിക്കുമ്പോൾ അയൽപക്കത്തെ നായർ ഭവനങ്ങളിൽ മട്ടൺ ബിരിയാണി വിതരണം ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും. വാഴയിലയിൽ വിളമ്പുന്ന പരമ്പരാഗത രീതിയിലുള്ള മലയാളികളുടെ സസ്യഭോജനവും ആയിരുന്നു. അയലത്തെ വീടുകളിലെ സ്വകാര്യ ആരാധനാലയങ്ങളിൽ ദൈവങ്ങളുടെ പ്രതിമകളും പടങ്ങളും വെച്ച് ആരാധിക്കുന്നത് ഞാൻ കാണാനിടയായിട്ടുണ്ട്. എന്നാൽ ആദ്യമായി ഹിന്ദുക്കളുടെ ഭക്തി നിർഭരമായ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുന്നത് ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുന്നിലൂടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു ഭജന സംഘത്തെ കണ്ടത് മുതലാണ്. അപ്രതീക്ഷിതമായിട്ടാണ് അത് കാണാനിടയായത്. ഞാൻ വീട്ടിലെ അടുക്കളയിലിരുന്നു കൊണ്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള കൗതുകത്തോടെ സ്വയം പൊളിച്ചെടുത്ത യാന്ത്രിക കളിപ്പാട്ടത്തെ വീണ്ടും ശരിപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ സമയത്ത് ഇൻപമാർന്നതും ആത്മാവിനെ പുളകം കൊള്ളിക്കുന്നതുമായ കീർത്തനം കേട്ടത്. കീർത്തനത്തിന് മൃദംഗവും ഇലത്താളങ്ങളും മാധുര്യം പകർന്നിരുന്നു. ഭക്തി നിർഭരമായ മധുര നാദ
ധാരയിൽ എൻ്റെ മനസ്സ് പൂർണ്ണമായി ലയിച്ചു. ഞാൻ ഷർട്ട് ധരിച്ചിട്ടില്ലായിരുന്നു, നിക്കർ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയ്യിലിരുന്ന കളിപ്പാട്ടം വലിച്ചെറിഞ്ഞിട്ട് ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ എൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ കണ്ടത് എനിക്ക് വിചിത്രമായി തോന്നി. നടു റോട്ടിൽ മധ്യവയസ്കരായ 4 പുരുഷന്മാർ പാടുന്നതും നൃത്തം ചെയ്യുന്നതും കണ്ടു. അവരിൽ ഒരാളൊഴിച്ച് ബാക്കിയുള്ളവർ മഞ്ഞ നിറമുള്ള കൗബീനം മാത്രമാണ് ധരിച്ചിരുന്നത്. ആ ഒരാളാകട്ടെ നീട്ടി വളർത്തിയ തലമുടിയും നീണ്ട താടിയുമുള്ള നല്ല പൊക്കമുള്ള സുന്ദരനും സുമുഖനുമായിരുന്നു. ആ വ്യക്തി കഴുത്തിൽ വെള്ളപ്പൂക്കൾ കോർത്ത ഹാരം അണിഞ്ഞിരുന്നു. കട്ടി കുറഞ്ഞതും കാവി നിറമുള്ളതുമായ കൗബീനം കഷ്ടിച്ച് ജനനേന്ദ്രിയം മറയ്ക്കാനായി ധരിച്ചിരുന്നതൊഴിച്ചാൽ ബാക്കി ശരീരഭാഗം മുഴുവനും നഗ്നമായിരുന്നു. 4 പേരും നഗ്നപാതരായിരുന്നു. ഒരാളിൻ്റെ കഴുത്തിൽ മൃദംഗം തൂക്കിയിട്ടിരുന്നു. ആ വ്യക്തി കണ്ണടച്ചുകൊണ്ട് 2 കൈയും ഉപയോഗിച്ച് മൃദംഗം കൊട്ടുകയും ഇടയ്ക്കിടയ്ക്ക് സന്തോഷവും ഉത്സാഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഉറക്കെ ചിരിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. മറ്റൊരാൾ തൻ്റെ തല 2 വശത്തേക്ക് മാറി മാറി ചരിച്ചുകൊണ്ട് ഇലത്താളങ്ങൾ കൊട്ടിക്കൊണ്ടിരുന്നു. മൂന്നാമത്തെ ആൾ ഓരോ വീടിൻ്റെയും വാതിൽക്കൽ ചെന്ന് അരിയും മലക്കറിയും പഴങ്ങളും ചിലപ്പോൾ പണവും സംഭാവനയായി സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽക്കാർ ബഹുമാനപൂർവ്വം വാതിൽക്കൽ നിന്നുകൊണ്ടാണ് അവ നൽകിക്കൊണ്ടിരുന്നത്. സംഘത്തിൻ്റെ നേതാവ് എന്ന് തോന്നിപ്പിച്ചിരുന്ന താടി വളർത്തിയ ഉയരം കൂടിയ ആൾ തത്സമയം ഹരേ രാമ ഹരേ രാമ എന്ന് പാടിക്കൊണ്ട് നൃത്തം വെച്ചുകൊണ്ടിരുന്നു. പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് കൂടെയുള്ളവർ ഭംഗിയായി മൃദംഗവും ഇലത്താളവും പക്കമേളവും വായിച്ചു. അന്നേരം പാടിക്കൊണ്ടിരുന്ന അയാളിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുകണങ്ങൾ കവിളിലൂടെ ഒഴുകിയിരുന്നു. ഒരു തരം അർദ്ധ ബോധാവസ്ഥയിൽ കണ്ണുകൾ അടയുമായിരുന്നു. ചില അയൽക്കാർ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്ന് കാലിൽ വീണ് നമസ്കരിച്ചു. അത്യപൂർവമായ ഒരാനന്ദം എൻ്റെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പി. ഞാനും ആഹ്ലാദത്തോടെ ചിരിച്ചതായി ഓർക്കുന്നു. ഞാൻ ഉടനെ വീടിന് ഉള്ളിലേക്ക് ഓടിക്കയറി. ഒരു നാണയത്തൊട്ട് കയ്യിലെടുത്തു. അതിൻ്റെ മൂല്യം എത്രയാണെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. നാണയത്തൊട്ടുമായി ഞാൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ മടങ്ങി. റോഡ് കുറുകെ നടന്ന് സംഭാവന പിരിക്കുന്നയാളിൻ്റെ ചെറിയ സഞ്ചിയിൽ അത് ഇട്ടുകൊടുത്തു. ആ സമയത്ത് അമ്മൂമ്മ എന്നെ വിളിക്കുന്ന ശബ്ദം എൻ്റെ ചെവിയിൽ പതിച്ചു. കുറ്റബോധത്തോടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്ന ബോധം മനസ്സിലാകെ പടർന്നു. വെറും കൗബീനധാരിയായി കീർത്തനം പാടിക്കൊണ്ടു പോകുകയായിരുന്ന ആ മനുഷ്യനെ ഒരിക്കൽ കൂടി കാണാൻ വേണ്ടി ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ മനുഷ്യൻ വിടർന്ന കണ്ണുകളോടെ എന്നെ ഒരു നിമിഷം നോക്കി. അപ്പോഴേക്കും ഞാൻ വീട്ടിനുള്ളിലേക്ക് കടന്നിരുന്നു. ഭജനസംഘം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ക്രമേണ കീർത്തനാലാപനത്തിൻ്റെ ശബ്ദം നിലച്ചു. അന്തരീക്ഷം നിശബ്ദമായി. എൻ്റെ അമ്മൂമ്മയ്ക്ക് ആ പ്രവൃത്തിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നെ ഉപദേശിച്ചതിനു ശേഷം വെറുതെ വിട്ടു. അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഭജന സംഘത്തിലെ ആഹ്ലാദഭരിതനായി കാണപ്പെട്ട വ്യക്തി സ്വാമി അഭേദാനന്ദനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആശ്രമം എൻ്റെ താമസ സ്ഥലത്തു നിന്നും അത്ര ദൂരെയായിരുന്നില്ല. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള പല കൂടിക്കാഴ്ചകളും സന്തോഷജനകമായിരുന്നു. അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ പിന്നീട് നൽകാം. ഏതാണ്ട് അക്കാലത്ത് തന്നെ ഒരു ദിവസം എൻ്റെ അമ്മയുടെ അമ്മാവൻ എന്നെയും കൂട്ടിക്കൊണ്ട് കിഴക്കേ കോട്ടയ്ക്കുള്ളിൽ ആറാട്ട് ഉത്സവം കാണാൻ പോയി. അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പഴയ കോട്ടകൾ നിർമ്മിച്ചത് മഹാരാജാക്കന്മാരായിരുന്നു. ക്ഷേത്രം മഹാരാജാക്കന്മാരുടെ പരദേവതയുടേതായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തിരുവനന്തപുരം എന്ന പേര് നഗരത്തിന് ലഭിച്ചത് പ്രസ്തുത ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠയെ അടിസ്ഥാനമാക്കിയാണ്. ക്ഷേത്രത്തിലെ ദേവനെ പത്മനാഭൻ, നാഭിയിൽ താമരയുള്ളവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഉത്സവ നാളുകളിൽ ക്ഷേത്ര വളപ്പാകെ ഇലകളും പൂക്കളും കൊണ്ടുണ്ടാക്കിയ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ദീപാലങ്കാരവും ഉണ്ടായിരുന്നു. എല്ലാ ഹൈന്ദവ ദേവന്മാരുടെയും ഒരാൾ പൊക്കത്തിലോ അതിലും കൂടുതൽ വലുപ്പത്തിലോ ഉള്ള പ്രതിമകൾ നിറപ്പകിടുള്ള ആടയാഭരണങ്ങൾ അണിയിച്ച് പ്രദർശിപ്പിച്ചിരുന്നു. പ്രസ്തുത പ്രാചീന ദേവാലയത്തിലെ ഗോപുരം കാണുന്ന മാത്രയിൽ എൻ്റെ നാഭിയിൽ ഏതോ ഒരു ശക്തിയുടെ ചലനം അനുഭവപ്പെട്ടിരുന്നു. ദേവാലയത്തിനുള്ളിലേക്ക് പോകാനുള്ള വല്ലാത്തൊരു അഭിനിവേശവും തോന്നിയിരുന്നു. അന്ന് വെറും ഒരു 6 വയസ്സുകാരനായിരുന്നു എനിക്ക്. ദേവാലയത്തിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലായിരുന്നു.
നാം ഹിന്ദുക്കളല്ലാത്തതുകൊണ്ട് അകത്ത് കടക്കാൻ അനുവദിക്കുകയില്ലെന്ന് അമ്മയുടെ അമ്മാവൻ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം വെളുത്ത പെയിൻ്റടിച്ച ഒരു പരസ്യ പലക കാണിച്ചു തന്നു. അതിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിരുന്നു, ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് പ്രവേശനമില്ല. ഒരേ മാനവ കുലത്തിൽപ്പെട്ട 2 സമുദായങ്ങളെ ഇങ്ങനെ വേർതിരിക്കുന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അന്ന് എനിക്ക് പരാജയം സ്വീകരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോകാനേ കഴിഞ്ഞുള്ളൂ. കാലം കടന്നു പോകുമ്പോൾ ഭാവിയിൽ മതഭ്രാന്തന്മാർ മതത്തിൻ്റെ പേരിൽ മനുഷ്യ സമുദായത്തെ വല്ലാതെ ഭിന്നിപ്പിക്കും എന്ന സത്യം മനസ്സിലാക്കാൻ ആ പ്രായത്തിൽ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ വിഷമം തീർക്കാനും എനിക്ക് ഉത്സാഹം പകരാനും വേണ്ടി അമ്മയുടെ അമ്മാവൻ കുറച്ച് പെപ്പർമിൻറ്റ് മിഠായി വാങ്ങിത്തന്നു. എന്നിട്ട് എന്നെയും കൂട്ടി അവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ തെക്കേ ഗേറ്റിലേക്ക് പോയി. പ്രവേശന കവാടത്തിന് സമീപത്ത് സാമാന്യം തടിച്ച, ഷേവ് ചെയ്യാത്ത, നരച്ച മുടിയുള്ള ഒരു മനുഷ്യൻ പ്രസന്നവദനായി ഒരു മുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ എന്നോട് സൗമ്യമായി സംസാരിച്ചു. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചു കുലുക്കുകയും കഴിക്കാൻ മിഠായി തരികയും ചെയ്തു. ഞാൻ ചുവന്ന നിക്കർ ധരിച്ചതുകൊണ്ട് ആ മനുഷ്യന് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. പിൽക്കാലത്ത് എനിക്ക് ആ വ്യക്തിയെപ്പറ്റി അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായ AK ഗോപാലൻ ആയിരുന്നു. അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മാവൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. താൻ വളരെയധികം ആദരിക്കുന്ന നേതാവിനെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എന്നെയും കൂട്ടിക്കൊണ്ട് അവിടെ പോയത്. ഒരുപക്ഷെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് കാറൽ മാർക്സിലേക്കും ദാസ് ക്യാപിറ്റലിലേക്കും ആകർഷണനായതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റമോ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച മൃദുലമായ സ്നേഹസ്പർശമോ ആകാം. 6 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില ഐന്ദ്രജാലിക നിമിഷങ്ങൾ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. വീടിൻ്റെ പുറകുവശത്ത് ഇരുന്നു കൊണ്ട് ഞാൻ പല സായാഹ്നങ്ങളിലും മേഘങ്ങളുടെ ചലനങ്ങൾ നോക്കിയിരിക്കും. എൻ്റെ ഭാവനയിൽ അവ ഞാൻ കാണാൻ പോകുന്ന ഹിമശൃംഗങ്ങളായി തോന്നിയിരുന്നു. വളരെ കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കോഫി ടേബിൾ ബുക്കിൽ ഹിമാലയത്തിൻ്റെ ചിത്രം കാണാനിടയായ ഞാൻ സ്വയം പറഞ്ഞു, ഞാൻ ഇതൊക്കെ മുമ്പ് എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് വെച്ച് കഷ്ടിച്ച് 6 വയസ്സുള്ളപ്പോൾ കണ്ടിട്ടുള്ളതല്ലേ. ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞ ഒരു കഥ നിങ്ങളോട് പറയാം. ഹിമാലയത്തിൽ നിന്നും വളഞ്ഞു പൊളഞ്ഞ് താഴോട്ടൊഴുകുന്ന ഭഗീരഥി നദിക്കരയിൽ ശാന്തമായ ഒരിടത്ത് ഞാൻ എൻ്റെ ഗുരുവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടത് സന്ദർഭത്തിന് അനുയോജ്യമാണെന്ന് കരുതുന്നു. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ പറയുന്ന കഥയിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ഒരിക്കലും തിടുക്കം കാണിക്കരുത്. സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടി ഉയരത്തിലാണ് ഹിമാലയത്തിലെ വിഖ്യാതവും വിശുദ്ധവുമായ ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത്. ബദ്രിനാഥിൻ്റെ പിന്നിലുള്ള ദുർഗമായ മലഞ്ചെരിവുകളിൽ ഏതാനും വലുതും ചെറുതുമായ ഗുഹകളുണ്ട്. വേനൽക്കാലത്തു മാത്രമാണ് ദേവാലയം തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കുന്നത്. വർഷത്തിൻ്റെ ബാക്കി സമയം ആ പ്രദേശം മുഴുവനും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. ശങ്കരാചാര്യരുടെ കാലം മുതൽ കേരളത്തിൽ നിന്നുമാണ് നമ്പൂതിരി പുരോഹിതന്മാരാണ് ബദ്രിനാഥിൽ പൂജാതികർമ്മങ്ങൾ നടത്തുന്നത്. ശങ്കരാചാര്യരുടെയും ജന്മസ്ഥലം കേരളമാണ്. അദ്ദേഹമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയത്. മഞ്ഞു മൂടിക്കിടക്കുന്ന കാലത്ത് പുരോഹിതർ ജോഷിമഠ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരികയും അടുത്ത തീർത്ഥാടന കാലം വരെ അവിടെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ശൈത്യകാലത്ത് പോലും അനിതര സാധാരണക്കാരായ ചിലർ മാത്രം തുടർന്ന് അവിടെ താമസിക്കുകയും ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്യുന്നു. 100 കൊല്ലം മുമ്പ് ഈ ഗുഹകളിലൊന്നിൽ അസാധാരണനായ ഒരു യോഗി ശരീരത്തിൽ കൗപീനമല്ലാതെ മറ്റു യാതൊരു വസ്ത്രവും ധരിക്കാതെ ആത്മലീനനായി ധ്യാനത്തിൽ മുഴുകിയിരുന്നു. തരംഗാകൃതിയായി തൂങ്ങിക്കിടക്കുന്ന തലമുടിയും കറുത്ത താടിയുമുള്ള അദ്ദേഹം സുന്ദരനും സുമുഖനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ ശാന്തസുന്ദരമായ പുഞ്ചിരി മുഖത്തിന് അപൂർവ ശോഭ പകർന്നിരുന്നു. ആ സമയം അദ്ദേഹം പരബ്രഹ്മത്തിൽ മുഴുകി ആനന്ദാനുഭൂതി അനുഭവിക്കുകയായിരിക്കും. അന്ന് ആ യുവയോഗിക്ക് കഷ്ടിച്ച് 19 വയസ്സായിരുന്നു. അദ്ദേഹം വിശുദ്ധ നഗരമായ വാരണാസിയിലെ വേദപണ്ഡിതന്മാരുടെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ പൂർവികർ വിഖ്യാതനായ യോഗി ശ്രീ ഗുരു ബാബാജിയുടെ ശിഷ്യന്മാരായിരുന്നു. ബാബാജി തൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ യൗവനകാന്തി നിലനിർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇന്നും അത് തുടരുകയാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ യുവയോഗിയുടെ അച്ഛനും ഗുരു ബാബാജിയുടെ ശിഷ്യനായിരുന്നു. ഈ യുവയോഗിക്ക് 9 വയസ്സ് പ്രായമായിരുന്നപ്പോൾ അച്ഛൻ കുട്ടിയെ മഹാനായ യോഗിക്ക് കൈമാറുകയായിരുന്നു അത്രേ. അന്നു മുതൽ സ്ഥിരമായ ഒരു വാസസ്ഥലമില്ലായിരുന്നു. മഹായോഗിയോടൊപ്പം കുട്ടിയും ഹിമാലയത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു നടന്നു. 1 വർഷം മുമ്പ് യുവയോഗിയുടെ 18-ാം വയസ്സിൽ ഒരു പൂർണ്ണയോഗിയായി. അപ്പോൾ മുതൽ അദ്ദേഹം ഏകനായി മഞ്ഞുമൂടിയ കേദാറിലെയും ബദരിയിലെയും സാനുക്കളിൽ അലഞ്ഞു തിരിഞ്ഞു. യുവയോഗി പരിപൂർണ നിശ്ചലാവസ്ഥയിൽ സമാധിസ്ഥനായി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടഞ്ഞിരുന്ന കൺമുമ്പിൽ വെച്ച് ഒരു വിചിത്രമായ നാടകം നടക്കുകയായിരുന്നു. ആ സ്ഥലത്തുള്ള കിഴുക്കാന്തൂക്കായ ഒരു പാറയിൽ അള്ളിപ്പിടിച്ച് ഗുഹയുടെ മുൻവശത്തുള്ള പാറയുടെ മുകളിലത്തെ പരന്ന ഭാഗത്തിലേക്ക് വലിഞ്ഞു കയറാൻ വൃദ്ധനായ ഒരാൾ ശ്രമിച്ചു കൊണ്ടിരുന്നു. വൃദ്ധന്റെ വസ്ത്രം ചെളിപുരണ്ടതും കീറിപ്പറിഞ്ഞതുമായിരുന്നു. ആ വ്യക്തിയുടെ പച്ച നിറമുള്ള തലപ്പാവും അഴുക്ക് പുരണ്ടതായിരുന്നു. കഴുത്തിൽ അണിഞ്ഞിരുന്ന ജപമാലയും മൈലാഞ്ചി കൊണ്ട് ചുവപ്പിച്ച താടിയുമൊക്കെ ആ മനുഷ്യൻ ഒരു മുസ്ലിം ഫക്കീർ സന്യാസിയാണെന്ന് വെളിപ്പെടുത്തി. ഫക്കീറിൻ്റെ കൈകളിലും കാലുകളിലും പുറമേ കാണാവുന്ന ശരീരഭാഗങ്ങളിലെല്ലാം ക്ഷതമേറ്റിരുന്നു. മുറിവുകളിൽ നിന്നും രക്തം വാർന്നൊലിച്ചു കൊണ്ടിരുന്നു. കൊടും തണുപ്പും വിശപ്പും കാരണം ആത്മവിശ്വാസം തകർന്ന് നശിക്കാൻ പോകുന്ന നിമിഷമായിരുന്നു അത്. പൊടുന്നനെ ഫക്കീറിൻ്റെ ദൃഷ്ടി ഗുഹയിലിരിക്കുന്ന യുവയോഗിയിൽ പതിച്ചു. ഉടനെ മുഖത്ത് വ്യാപിച്ചിരുന്ന വേദനയുടെ സ്ഥാനത്ത് പുഞ്ചിരി കളിയാടി. ഉന്മാദാവസ്ഥയിൽ ചിരിച്ചുകൊണ്ട് ഫക്കീർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി. എന്നിട്ട് ഫക്കീർ നെടുവീർപ്പിട്ടുകൊണ്ട് കഷ്ടപ്പാടുകളും വേദനയും മറന്ന് അപ്പോഴും ധ്യാനനിരതനായിരുന്ന യോഗിയുടെ മുന്നിൽ ചെന്ന് നമസ്കരിച്ചു. ഒരു ഹിന്ദു ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഒരു യോഗിയോട് ചെയ്യാത്ത ഒരു കാര്യം ഫക്കീർ ചെയ്യുകയുണ്ടായി. ഫക്കീർ യോഗിയെ കെട്ടിപ്പിടിച്ചു. യോഗിയുടെ തന്മയാവസ്ഥയ്ക്ക് ഭംഗം നേരിട്ടു. കണ്ണു തുറന്നതിന് ശേഷം തൻ്റെ ശരീരത്തിൽ പറ്റി നിൽക്കുന്ന ആളിനെ തട്ടിമാറ്റി. യാത്ര ചെയ്ത് അഴുക്ക് പുരണ്ടതും രക്തം വാർന്നൊഴുകുന്നതുമായ അപരിചിതൻ്റെ ദേഹത്തു നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന ദുർഗന്ധത്തിൽ നിന്നും മോചനം കിട്ടുന്നതിനു വേണ്ടി യോഗി തൻ്റെ മൂക്ക് ചീറ്റി. എന്നിട്ട് കോപം കൊണ്ട് അലറി, ധിക്കാരി, ഇവിടെ കണ്ടുപോകരുത്. ക്രോധം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കൊടിയ വിഷമാണ്. ഋഷിമാർക്ക് പോലും പലപ്പോഴും അതിനെ തടുക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവർ ക്രോധത്തിന് അടിമപ്പെടുന്നു. അതുതന്നെയാണ് യോഗിക്കും സംഭവിച്ചത്. ഫക്കീർ യോഗിയോട് കേണപേക്ഷിച്ചു, അങ്ങ് ദയവായി എൻ്റെ കഥ ഒന്ന് കേൾക്കണം. ഫക്കീർ പറയുന്നത് കേൾക്കാൻ കൂസാതെ യോഗി പിന്നെയും പറഞ്ഞു, എൻ്റെ മുന്നിൽ നിന്നും പോകൂ. ഞാൻ ഭാഗീരഥിയിൽ സ്നാനം ചെയ്തതിന് ശേഷം ധ്യാനം തുടരട്ടെ. മാംസബുക്കായ തന്നെ പോലെയുള്ള ഒരാൾക്ക് ഇവിടെ എന്ത് കാര്യം? ഫക്കീർ തുടർന്നു, ദയവായി ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം. അല്ലയോ മഹാനായ യോഗി, ഞാൻ ഒരു സൂഫിയാണ്. നഖ്ശാബന്ദിയ വിഭാഗത്തിൽപ്പെട്ട ഒരു സൂഫി സന്യാസി ശ്രേഷ്ഠൻ്റെ ശിഷ്യനാണ് ഞാൻ. 6 മാസം മുമ്പ് എൻ്റെ ഗുരു അന്തരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞ ആധ്യാത്മിക തലം വരെ ഞാൻ നിന്നെയും എത്തിച്ചു കഴിഞ്ഞു. ഞാൻ ഒട്ടും വൈകാതെ ദേഹം വെടിയും. നിന്നെ ഉയർന്ന ആധ്യാത്മിക തലത്തിലേക്ക് നയിക്കുന്നതിന് ഒരു സൂഫി ഗുരുവിനെ കിട്ടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നീ വിഷമിക്കേണ്ട. ഇപ്പോൾ ഹിമാലയത്തിൽ ബദരിക്ക് സമീപം ഒരു യുവയോഗിയുണ്ട്. അദ്ദേഹത്തെ കണ്ട് സഹായം സ്വീകരിക്കൂ. എൻ്റെ ഗുരു അങ്ങയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഫക്കീർ അപേക്ഷ തുടർന്നു, അങ്ങയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഞാൻ നിരവധി ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ചു. ആകെ തളർന്ന വിവശനായ എൻ്റെ അന്ത്യം അടുത്തുവെന്നും തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ. എൻ്റെ ആത്മാവ് ശാന്തി കൈവരിച്ചുകൊണ്ട് ദേഹം വെടിയട്ടെ. ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. നിങ്ങൾ പരാമർശിക്കുന്ന സൂഫി ആചാര്യനെ പറ്റിയോ മറ്റു സൂഫികളെ പറ്റിയോ എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് ആരിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുമില്ല. മാത്രവുമല്ല, ഞാൻ ആരെയും ശിഷ്യരാക്കാറുമില്ല. കോപത്തോടെ യോഗി വീണ്ടും പറഞ്ഞു, എന്നെ തടസ്സപ്പെടുത്താതിരിക്കൂ. എനിക്ക് ഗംഗയിൽ സ്നാനം ചെയ്യണം. എന്നിട്ട് വേണം ധ്യാനം തുടരേണ്ടത്. നിങ്ങൾ എൻ്റെ സമയം പാഴാക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകൂ. അത് കേട്ട് ഫക്കീർ പറഞ്ഞു, അല്ലയോ മഹാനായ യോഗി, ഇത് അങ്ങയുടെ അവസാന വാക്കാണെങ്കിൽ ഞാൻ ഇനി
ജീവനോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നം തകർന്നു കഴിഞ്ഞു. ഞാൻ ഗംഗയിൽ ചാടി ജീവനൊടുക്കും. പ്രപഞ്ചനാഥൻ ഇനി എനിക്ക് വഴി കാട്ടിത്തരട്ടെ. ഉടനെ യോഗി തർപ്പിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഞാൻ കോപിച്ച് നിങ്ങളെ ശപിച്ചില്ല എന്നത് നിങ്ങൾ ഭാഗ്യമായി കരുതൂ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. ഫക്കീർ യോഗിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് വിടവാങ്ങി. കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അനേകം അടി താഴെ ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗയുടെ തീരത്തേക്ക് നടന്നു ആ മനുഷ്യൻ. പ്രപഞ്ചനാഥനിൽ നിന്ന് മാർഗദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നീർച്ചുഴികളിലുള്ള ഗംഗാജലത്തിലേക്ക് ചാടി അദ്ദേഹം ജീവനൊടുക്കി. യുവയോഗി തൻ്റെ നിലപാട് ശരിയായിരുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് തെല്ലും പശ്ചാത്താപമില്ലാതെ താഴോട്ടിറങ്ങി. ഗംഗയിൽ മനോഹരമായ തീരത്തെത്തി ശുദ്ധീകരണത്തിന് അനുയോജ്യമായ മന്ത്രങ്ങൾ ജപിച്ചു. കൊടും തണുപ്പുള്ള പവിത്രമായ ഗംഗാജലത്തിൽ സ്നാനം ചെയ്തു. കരയിൽ കയറി ആകെയുണ്ടായിരുന്ന തോർത്തുകൊണ്ട് ദേഹം തുടച്ചു. തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കിയതിന് ഒരു പാറയിൽ കയറിയിരുന്ന് ഗംഗയ്ക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് ഗുഹയിലേക്ക് പോകാൻ വേണ്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങവേ ഗുരു തന്നെ സുപരിചിതമായ മധുരസ്വരത്തിൽ വിളിക്കുന്നത് കേട്ടു. മധു. പുറകിലുള്ള ഒരു പാറക്കെട്ടിനിടയിൽ മഹാനായ ഗുരു ബാബാജി പ്രത്യക്ഷപ്പെട്ടു. സന്ധ്യയുടെ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് അവിടെയാകെ പ്രകാശം പരത്തി. നല്ല ഉയരമുള്ള കാണാൻ സുന്ദരനായ അദ്ദേഹത്തിൻ്റെ നിറം നല്ല പോലെ വെളുത്തതായിരുന്നു. തരംഗാകൃതിയിലുള്ള തലമുടിക്ക് തവിട്ടു നിറമായിരുന്നു. മുഖത്ത് രോമങ്ങൾ നന്നേ കുറവായിരുന്നു. കണ്ടാൽ 16 വയസ്സ് തോന്നിച്ചിരുന്നു. ആകാരഭംഗിയുള്ള ശരീരത്തിൽ കൗപീനമല്ലാതെ മറ്റൊന്നും ധരിച്ചിരുന്നില്ല. ഗാംഭീര്യവും മഹാത്മ്യവും വിളിച്ചോതുന്ന രീതിയിലായിരുന്നു അദ്ദേഹം നടന്ന് നീങ്ങിയത്. ബാബാജിയുടെ വിശാലവും ധ്യാനനിരതവുമായ നേത്രങ്ങൾ യുവശിഷ്യനായ മധുവിൽ പതിച്ചു. അദ്ദേഹം സൗമ്യതയാർന്ന സ്വരത്തിൽ ചോദിച്ചു, എൻ്റെ കുട്ടി, നീ എന്തു കടുങ്കൈയാണ് ചെയ്തത്? തൽക്ഷണം മിനിറ്റുകൾക്ക് മുമ്പ് താൻ ചെയ്ത പ്രവൃത്തിയുടെ ആഘാതം ഒരു ഇടുത്തി ഏൽക്കുന്നത് പോലെ യുവയോഗിക്ക് അനുഭവപ്പെട്ടു. ബാബാജി എന്ന് പറയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനു മുമ്പ് കണ്ണുനീർ ധാരയായി വാർത്തുകൊണ്ട് ബാബാജിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എൻ്റെ കുട്ടി, സ്വയം നിയന്ത്രിക്കൂ. നമുക്ക് നിന്റെ ഗുഹയിലേക്ക് ഒരുമിച്ച് പോകാം. രണ്ടുപേരും വേഗത്തിൽ ഗുഹയിലേക്ക് പോകാൻ മുകളിലേക്ക് കയറി. ഗുഹയിൽ എത്തിച്ചേർന്നതിന് ശേഷം രണ്ടുപേരും മുഖാമുഖം ഇരുന്നു. ബാബാജി പറഞ്ഞു, ഞാൻ പലപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, നീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് മുൻകൂട്ടി ആലോചിക്കണം. ആരോടാണ് സംസാരിക്കുന്നതെന്നും ഏതു സാഹചര്യത്തിലാണ് സംസാരിക്കുന്നതെന്നും തികഞ്ഞ ബോധ്യം വേണം. നീ ആ വൃദ്ധൻ പറഞ്ഞ കാര്യത്തിൽ അല്പം കൂടി ക്ഷമയോടെ കേൾക്കണമായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരുന്നു. ബാഹ്യമായി കാണുന്ന രൂപത്തെ ആധാരമാക്കിയാണോ ഒരാൾ വിശുദ്ധനാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങൾ വാളിനേക്കാൾ മഹത്വം നൽകേണ്ടത് വാളിൻ്റെ ഉറയ്ക്കാണോ? എൻ്റെ മഹാനായ ശിഷ്യൻ കബീർ ചോദിച്ചിട്ടില്ലേ, നീ ജഗദീശ്വരൻ്റെ ഒരു വലിയ ഭക്തനെയാണ് മുറിവേൽപ്പിച്ചതും വേദനിപ്പിച്ചതും. അനേകം കൊല്ലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന തപസ്സും കഠിന നിഷ്ഠകളുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ പാഴാക്കി കളഞ്ഞു. 100 കൊല്ലത്തെ കഠോര തപസ്സിനേക്കാൾ വിലപ്പെട്ടത് ഒരു നിമിഷം പ്രകടിപ്പിക്കുന്ന ദയയാണ്. അതുകൊണ്ട് നീ പ്രതിവിധി ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോഴേക്കും യുവശിഷ്യൻ സ്വയം നിയന്ത്രിക്കുകയും ശാന്തത കൈവരിക്കുകയും ചെയ്തു. ഗുരു, താങ്കൾ എന്തു പറഞ്ഞാലും അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്, ബാബാജി തുടർന്നു. ഇനി ഫക്കീറിൻ്റെ കാര്യം പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതായിരിക്കും. നീ നിന്റെ അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തി കാരണം സ്വന്തം ആധ്യാത്മിക പുരോഗതിയെ തടഞ്ഞു നിർത്തി. ആധ്യാത്മിക പാതയിലേക്ക് വീണ്ടും കടന്നു വരണമെങ്കിൽ ഫക്കീർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും നീയും അനുഭവിച്ചേ തീരൂ. പൂർണ്ണഖേചരി മുദ്രയുടെ അവസാനത്തെ ക്രിയ ചെയ്യാനായി ഒരുങ്ങിക്കൊള്ളൂ. ആജ്ഞാചക്രത്തിലൂടെ നിന്റെ പ്രാണൻ പുറത്തേക്ക് പോകട്ടെ. അതിനുശേഷം നിന്റെ ആത്മാവ് ആ പാവം മനുഷ്യൻ അനുഭവിച്ചതുപോലുള്ള കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിക്കത്തക്ക സാഹചര്യങ്ങളിൽ പുനർജനിക്കുന്നതിന് ഞാൻ വേണ്ടത് ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ അനുസരിക്കൂ. അങ്ങയുടെ ആഗ്രഹം എനിക്ക് എല്ലായ്പ്പോഴും ആജ്ഞ തന്നെയാണ്. അങ്ങ് പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ എനിക്കൊരു അന്ത്യാഭിലാഷം ഉണ്ട്. കുഞ്ഞെ, അത് എന്താണെന്ന് പറയൂ, ബാബാജി പറഞ്ഞു. യുവയോഗി കൂപ്പുകൈകളോടെ അഗാധമായ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അങ്ങ്
എന്നെ ഒരിക്കലും കൈവെടിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ സഞ്ചരിക്കേണ്ട പാത അങ്ങ് ഒരുക്കി തരണം. ഞാൻ ലൗകിക ചിന്തകളുടെയും ഭൗതിക സുഖങ്ങളുടെയും നീർച്ചുഴികളിൽ പെട്ടുപോകാതെ നോക്കണം. എൻ്റെ തുടർന്നുള്ള ജീവിതം അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒടുവിൽ അങ്ങയുടെ അനുഗ്രഹീത പാദങ്ങളിൽ എന്നെ കൊണ്ടെത്തിക്കുകയും വേണം. മഹാനായ ഗുരു അറിയിച്ചു. ശരി, ഞാൻ അത് ഏറ്റു. അന്നേരം അദ്ദേഹത്തിൻ്റെ തിളക്കമാർന്ന നേത്രങ്ങളിലൂടെ സഹാനുഭൂതിയും ആർദ്രതയും കവിഞ്ഞൊഴുകി. അദ്ദേഹം തുടർന്നു. എനിക്ക് മഹേശ്വരനാഥ് എന്ന പ്രിയപ്പെട്ട ഒരു ശിഷ്യനുണ്ട്. അയാളെ നീ ഇതുവരെയും കണ്ടിട്ടില്ല. നിന്റെ അടുത്ത ജന്മത്തിൽ ജീവിതാരംഭത്തിൽ തന്നെ അയാൾ നിന്നെ വന്ന് കാണും. അയാളായിരിക്കും നിന്റെ മാർഗദർശകൻ. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നീ എന്നെ കാണുകയും നാം തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ പരസ്പരം സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ നിനക്ക് സമയം ഒട്ടും പാഴാക്കാനില്ല. ഇതാണ് നിനക്ക് പോകേണ്ട സമയം. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. രജത ശോഭയാർന്ന ചന്ദ്രൻ മേഘങ്ങൾക്കുള്ളിലേക്ക് പിൻവാങ്ങിക്കൊണ്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന പവിത്രമായ നാടകത്തിന് സാക്ഷിയായി. യുവശിഷ്യൻ നിറക്കണ്ണുകളോടെ ഒരിക്കൽ കൂടി തൻ്റെ രക്ഷകനെ സാഷ്ടാംഗം പ്രണമിച്ചു. ബാബാജി അദ്ദേഹത്തിൻ്റെ വലത് കൈ മുന്നോട്ട് നീട്ടി ശിഷ്യൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. ഉടനെ അദ്ദേഹം രാത്രിയുടെ അന്ധകാരത്തിൽ വിലയം പ്രാപിച്ചു. അതോടെ മധു ഏകനായി. യുവയോഗി പത്മാസനസ്ഥിതനായി ഏതാനും ദീർഘശ്വാസമെടുത്ത് തുടർന്ന് ഖേചരി മുദ്രയുടെ ബലം പ്രയോഗിച്ച് തൻ്റെ ശ്വാസോച്ഛ്വാസത്തിന് ഭംഗം വരുത്തി. പുരികങ്ങൾക്കിടയിലുള്ള ചക്രത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് യുവാവ് ദേഹം വെടിഞ്ഞു. എൻ്റെ ഗുരുവായ മഹേശ്വരനാഥ് എന്നോട് പറഞ്ഞ കഥ ഇവിടെ സമാപിക്കുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ വീണ്ടും കാണാം. നമസ്കാരം. ഹരി ഓം.